guys, welcome back to our channel. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ചെയ്യണം മറ്റേ മെലഡിയുടെ ജേർണൽ ബുക്കില്ലേ അതിനെ കുറിച്ച് നമുക്ക് ജേർണൽ എഴുതണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഹലോ ഗായ്സ്, ഇതാണ് എൻ്റെ ജേർണൽ ബുക്ക് കേട്ടോ. ഞാൻ കാണിച്ചു നിന്ന് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്കിത് തുറക്കുമ്പോൾ ഉണ്ടല്ലോ മെലഡി അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് പേപ്പർ സ്റ്റിക്കേഴ്സും ഉണ്ട്. ഇത് ക്ലിയർ സ്റ്റിക്കേഴ്സ് ആണ്. അത് ക്ലിയർ സ്റ്റിക്കേഴ്സ്, ഇത് പേപ്പർ സ്റ്റിക്കേഴ്സ്. ആ കഴിഞ്ഞ കുറച്ച് നമുക്ക് ഇപ്പോൾ മെലഡിൻ്റെ ജേർണലിങ് ചെയ്യാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതാ ദിസ് ഈസ് കളർ പെൻസ്. ഇത് മൈഷൻ്റെ കളർ പെൻസ് ആണ്. അപ്പോൾ അവളൊരു കളർ പെൻ എടുത്തുകൊണ്ട് അവൾക്ക് വേണ്ടത് അവൾ എഴുതും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഹെഡിങ്ങിൻ്റെ മെലഡി എഴുതാണ്. താഴത്തെ മെലഡി ഉണ്ടെങ്കിലും ഇത് പനമാശില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ മെലഡി എഴുതാൻ ഞാൻ വേറെ പെന്നെടുത്തു ഇവിടെ മെലഡി എഴുതാം. അപ്പോൾ മെലഡി എഴുതിയിട്ട് കാണാം. അപ്പോൾ ഞാൻ മെലഡി എഴുതിയിട്ടുണ്ട്. നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിക്കാം. ഇവിടുന്ന് മെലഡീൻ്റെ ഇതൊട്ടിക്കാം. സ്പേസ് ഇതൊട്ടിക്കാം. സ്റ്റിക്കർ വരില്ല, പക്ഷെ പറ്റില്ല. ഗൈസ് അവളെ പണ്ടത്തെയാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് പമ്പമ്പുറൻ, ഇത് ഫുള്ളി ഫിനിഷ് ആയിട്ടില്ല. ദിസ് ഈസ് കുറോമി. ഇത് പണ്ട് ആൾക്ക് എഴുതാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ദിസ് ഈസ് ഒക്കെപ്പാടെ കൂടിയിട്ടാണ് തോന്നുന്നു. എല്ലാ ടീമും എന്താണ് സാൻഡ്ര ടീം അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് സാൻഡ്ര ടീമാണോ സ്കൂട്ടർ ടീമാണോ നയിക്കുന്നത്. നമുക്ക് അടുത്തത് മെലഡിനെ കുറിച്ച് കാര്യങ്ങൾ എഴുതാം. പിന്നെ ഈ കളറാണ് ഉപയോഗിക്കണം അവള്. അപ്പം നമുക്കിവിടെ മെലഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതാം. അപ്പോൾ ഞാൻ എഴുതിയത് വായിക്കാം. മെലഡി ഈസ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ ബിക്കോസ് ഷീ ഹാസ് പിങ്ക് ആൻഡ് സ്വീറ്റ് ക്യാരക്ടർ. പത്രം എഴുതിയിട്ട് നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിക്കാം. നമുക്കിത് ഒട്ടിക്കാം. ഓക്കെ, കുറച്ച് ഹാർട്ട്സൊക്കെ ഒട്ടിക്കാറുണ്ട്. ഓക്കെ, സെറ്റാണ്. നമുക്ക് ഇവിടെ ഒരു ക്യാരക്ടർ മെലഡി ക്യാരക്ടർ ഒട്ടിക്കാം. അപ്പോൾ ഇത് സെറ്റായി. ഇനി നമുക്കില്ലേ ഇവിടെ ഒരു ഇതൊട്ടിക്കാം, പേപ്പർ. ഞങ്ങൾ നാളെ തന്നെ സെറ്റാക്കി വെച്ചാണ് വീടെടുക്കുന്നതിന് മുമ്പ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് കീറിയിട്ട് കീറും കൈകൊണ്ട്. അപ്പോൾ ഒരു റഫ് എയർ കിട്ടും. അപ്പം നമുക്ക് ഹലോ ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ വേറെ പാറ്റേൺ ഉണ്ടാക്കേണ്ടിയിരുന്നു ബിക്കോസ് ഇതത്തെ ഹാഫ് കാണാനുണ്ടായിരുന്നില്ല. ഇത് ഡേ 2 ആണ് ബൈ ദ വേ. ഇന്നലെ ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് കാണാണ്ടായത്. യെസ്. അപ്പോൾ ഞങ്ങളിത് എവിടെ ഒട്ടിക്കേണ്ടതെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. എവിടെയാണ് ഇവിടെ. ഓക്കെ, ഞങ്ങൾ ഇവിടെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒട്ടിച്ചിട്ട് വരാം. ബൈ ബൈ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇത് ഒട്ടിച്ചു. ഞങ്ങളത്ര പ്രൊഫഷണൽസ് ഒന്നും അല്ല ജേർണലിങ്ങിൽ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സപ്ലൈസ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ടേപ്പ് കണ്ടുപിടിച്ചു, മൈഷക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എവിടെയെങ്കിലും ഒട്ടിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എവിടെയെങ്കിലും ഒട്ടിക്കാം. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഒട്ടിക്കാനാണ്. മൈഷക്ക് ബ്ലൂ ഉണ്ട്, ബട്ട് ഞങ്ങൾ വിചാരിച്ചു പിങ്കേ കലം മെലഡി അല്ലേ. അപ്പോൾ പിങ്കേ കലം എന്ന് ഞങ്ങൾ വിചാരിച്ചു. കുറോമിക്ക് നമുക്ക് ബ്ലൂ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇത് എന്താണ് ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ
ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, ഞങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഒട്ടിക്കാം. പക്ഷേ ഇത് ഭയങ്കര തടിച്ച ടേപ്പാണ്, ഭയങ്കര തിക്കുള്ള ടേപ്പാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഞങ്ങൾ ഒരു സൈഡിൽ മാത്രമേ ഞങ്ങൾ ഒട്ടിക്കുള്ളൂ. അതോ ഇവിടെ എവിടെയെങ്കിലും, ഇവിടെ റെസ്റ്റ് ഉണ്ടാവില്ല, ഇവിടെയുള്ള റെസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അപ്പോൾ ഗൈസ് ഞങ്ങൾ വേറൊരു തീരുമാനം എടുത്തു ഡ്രിപ്പ് പോലെ ഞങ്ങൾ ഈ ടേപ്പും കൊണ്ട് ഒരു സ്ട്രിപ്പ് എടുക്കും. എന്നിട്ട് ഞങ്ങൾ ഇത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഡ്രിപ്പ് മാതിരി ഇങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് അത് ഈ ലൈനുമേ ഇങ്ങനെ ഒട്ടിക്കും. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു രസമുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രിപ്പായി കട്ട് ചെയ്യാൻ വയ്ക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ ഒരു സൈസ് മതി എന്ന് വിചാരിച്ചു. കയ്യുമ്മ കൂടെ ഒക്കെ എൻ്റെ ചെറിയ പീസുകളാണ്. ഇത് ഭയങ്കര പണിയാണ് കട്ട് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അളുകാണ്. അപ്പോൾ മൈഷ ഇവിടെ ഹാർട്ട് കട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇത് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പോൾ ഞങ്ങൾ ഒട്ടിച്ചിട്ട് വരാം. ധരിച്ചു ഈ ഹാർട്ട് കണ്ടോ, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇത് കുറച്ചിങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. എവിടെയെങ്കിലും ഞങ്ങൾ ഒട്ടിക്കാം ഇത് നേരെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇങ്ങനത്തെ ഹാർട്ട്സ് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടി ഒന്ന് നേരാക്കാം. നേരാക്കല്ല, ഐ മീൻറ്റ് ഇത് നമുക്കിങ്ങനെ ഒട്ടിച്ചാൽ കുറച്ചും കൂടി ഒരു രസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെയും ഹാർട്ട്സ് ടേപ്പും കൊണ്ട് ഉണ്ടാക്കി ഒട്ടിച്ചു. പിന്നെ ഇത് ഒട്ടിച്ചു ഇവിടെ ഇങ്ങനെ സ്ട്രിങ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഞങ്ങൾ ഇവിടെ കുറച്ച് റൈറ്റിങ്സ് ആയതും അപ്പോൾ ഞങ്ങൾ ട്രാൻസിഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 3, 2, 1. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾ ഐ ലവ് മൈ മെലഡി. ഇതിത്തെ ഇങ്ക് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പേർപ്പിളും കൊണ്ടാണ് എഴുതിയത്. അപ്പോൾ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ യെസ്. അപ്പോൾ ഞങ്ങൾ ഇനി വിചാരിക്കുന്നത് സ്റ്റിക്കേഴ്സ് ഒരു 2 കൂടി ഇട്ടാൽ പിന്നെ ഞങ്ങൾ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റിക്കേഴ്സ് ചൂസ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇതൊക്കെയാണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ ഈ മൈ മെലഡിയും പിന്നെ ഇതും ആണ് ചൂസ് ചെയ്തത്. പിന്നെ വേറെ എന്തെങ്കിലും വേണോ, ഒരു ഹാർട്ട് എന്തെങ്കിലും? ഒരു ഹാർട്ട് ഒട്ടിക്കാൻ നമുക്ക് എവിടെ ഒരു ഹാർട്ട് കണ്ടിരുന്നു, റെയിൻബോ പോലത്തെ. അത് ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഹാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ എടുക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒട്ടിക്കുമ്പോൾ ഞങ്ങൾ വരാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് വിചാരിച്ചത്, അങ്ങനെ അടിച്ചു സ്റ്റാർട്ടിങ് പോയിന്റ്. ഓക്കെ, അത് രസമുണ്ട്. ഇനി ഞങ്ങൾ അടുത്തത് എടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് സ്റ്റിക്കർ. ഇതെവിടെ വെക്കണ്ടേ? ഇവിടെ വെക്കാം. അതപ്പോൾ കുറച്ച് ക്രൗഡഡോ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചാലോ? ഇങ്ങനെ അവിടെ ഈ ഹാർട്ട് നമുക്ക് ലീൻ ചെയ്യണം മതി. മതി. രസമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇതാണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ ഇത് എവിടെ ഒട്ടിക്കുന്നത്? ഇവിടെ ഒട്ടിക്കാം. നീ എടുത്തോ. അവിടെ ആണോ നോക്കട്ടെ? കുറച്ച് ഈ ഒരു ഭാഗം ഇവിടെ വേണോ? അവിടെ ഒട്ടിച്ചു. ശരി, ഞാൻ ഒട്ടിക്കാം അല്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങൾ തീർന്നു. അപ്പോൾ ഇതാണ് ഫിനിഷ്ഡ് ലുക്ക്.